ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ കഥ തുടങ്ങുന്നത് കട്ടൻ ചായയിൽ നിന്നാണ് കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങി. ആദ്യമോനും രാവിലെ തന്നെ നേരത്തെ എണീറ്റ് എൻ്റെ കൂടെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിപ്പൊടി വരെ ഓനെടുത്ത് തരുന്നത്. അങ്ങനെ ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. ചപ്പാത്തിക്ക് വേണ്ട പൊടി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ചുടുവെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ആ ചുടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കാൻ പോവാട്ടോ. ചപ്പാത്തി വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും എന്നും ദോശ ആയാലും അതൊരു മടുപ്പാവെന്ന് വെച്ചിട്ട് ഇന്ന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ചട്ടിക്ക് അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന എണ്ണ കുറച്ചൊന്ന് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ചപ്പാത്തി ഇട്ട് ചുട്ടെടുക്കുകയാണ്. ഒരുപാട് ചപ്പാത്തി ചുട്ടെടുക്കാണ്ടായതുകൊണ്ട് കുറച്ച് തോന്നെ ടൈം അങ്ങനെ പോയി. അങ്ങനെ രാവിലത്തെ ചപ്പാത്തീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചായ കുടിച്ചിട്ടോ. ചായ കുടിച്ചതിന് ശേഷം എല്ലാ പാത്രങ്ങളും അപ്പം തന്നെ കഴുകി വെച്ചു. അങ്ങനെ സിങ്ക് മുഴുവൻ ക്ലീൻ ആക്കിയെടുത്തു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. പാത്രമൊക്കെ കഴുകിയതിന് ശേഷം മോനെ സ്കൂൾ പറഞ്ഞയക്കാനുള്ള ടൈമായിട്ടോ. അങ്ങനെ പാത്രം കിറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അവനെ പറഞ്ഞയക്കാൻ പോവാണ്. മക്കളെ സ്കൂൾ പറഞ്ഞയച്ചതിന് ശേഷം മാത്രമേ പണികൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അവരെ പിന്നാലെ നടന്ന് ഉള്ള ടൈം കുറേ അങ്ങനെ പോകും. അങ്ങനെ മോനെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചതിന് ശേഷം ചെറിയ ആളെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ നോക്കിയത്. മോനെ ഉറക്കി വന്നപ്പോഴേക്കും ഉമ്മയുടെ ഉപ്പേരിക്ക് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ട് മുരിങ്ങാക്കോലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം പോയിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം വെക്കാൻ പോവുകയാണ്. ഇന്ന് അടുപ്പ് കത്തിക്കാൻ ഒന്ന് ലേറ്റായി. രാവിലെ ഗ്യാസുമേലാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വേഗം അടുപ്പ് കത്തിക്കാൻ പോവാണ്. ഈ ഭാഗത്താണ് ഞങ്ങൾ വിറക് വെക്കുന്നത് കേട്ടോ. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള സ്ഥലത്ത് സൈഡിലായിട്ടാണ് കുറച്ച് വിറക് വെക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആവശ്യമുള്ള വിറക് എടുത്തുകൊണ്ട് അടുപ്പ് കത്തിക്കട്ടെ. ആദ്യം അടുപ്പിൻ്റെ ഉള്ളിലുള്ള വെണ്ണീരൊക്കെ ചിരട്ട കൊണ്ട് കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് പുറത്ത് കൊണ്ടുപോയിട്ട് കളയണം. എന്നിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ, ഇല്ലെങ്കിൽ ഒന്നാകെ പുക പിടിക്കും. ഇങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേഗം അടുപ്പും കത്തും. കുറച്ച് ഓലക്കൊടിയും ചകിരിയൊക്കെ എടുത്താണ്ട് ആദ്യം ഒന്ന് അടുപ്പ് കത്തിച്ചു. എന്നിട്ട് വിറക് വെച്ച് കൊടുക്കലാണ്. അങ്ങനെ അടുപ്പ് കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളം ഇവിടെ ചൂടാവുന്ന ടൈം കൊണ്ട് വേഗം അടിച്ചു വാരാം. ചെറിയ മക്കളുണ്ടായാൽ എല്ലാ പണികളും വേഗം അവർ ഉറങ്ങുന്ന ടൈം നോക്കി തീർക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ ബാക്കി എല്ലാം അതവിടെ കിടക്കും. നമ്മളെ പണി കഴിയാൻ നല്ലോണം ലേറ്റാവും. അടിച്ചു വരുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ ചോറിന് ഉള്ള അരി ഇട്ടിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ആ ടൈം കഴിയുമ്പോഴേക്കും ഇവിടെ ചോറും ആയിട്ടുണ്ട്. റേഷനരിയാണ്, അപ്പോൾ വേഗമാവും. പിന്നെ അതേ അടുപ്പത്തേക്ക് തന്നെ ചട്ടിയും വെച്ചിട്ട് ഉപ്പേരിക്കുള്ള ഉമ്മ ഓൾറെഡി അരിഞ്ഞ് വെച്ചുകൊണ്ട് ഉപ്പേരിക്കുള്ളത് ആക്കാനും പോവാണ്. അങ്ങനെ ചട്ടി നല്ലോണം ചൂടായപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരിക്കുള്ള ബീട്രൂട്ട് ഇടാണ്. തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ഇട്ടിട്ടില്ല. അച്ചയിൽക്ക് ബീട്രൂട്ട് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചോറ് ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വെള്ളം വല്ലാതെ പിടിക്കാതെ വേഗം ചോറ് ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ബീട്രൂട്ട് ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തു. എന്നിട്ട് മൂടി വെച്ചിട്ട് ആ കനലിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ചോറും മൊത്തം ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ചോറ് ഉള്ളിലേക്ക് എടുത്തേക്കാണ്. ഉപ്പേരി ഇനി ഇവിടെ കനലിൽ ആവുന്ന നേരം കൊണ്ട് വേഗം പോയിട്ട് തുടച്ചെടുക്കാം. മൊത്തം തുടച്ചിട്ട് ആ അടുപ്പത്തേക്ക് തന്നെ കറിക്കുള്ള വെക്കാനുണ്ട്. അപ്പോൾ ഉപ്പേരി അവിടെ ആയിക്കോട്ടെ. അപ്പോഴേക്കും നമ്മൾ പണി കഴിയാൻ വേണ്ടിയിട്ട് വേഗം തുടയ്ക്കാം. എല്ലാവരും ഉള്ള ദിവസമാണെങ്കിൽ പണി നീങ്ങി കിട്ടില്ല. ഇതിപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉള്ള മക്കളാരും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് വേഗം പണി കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഞാൻ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരി അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ചട്ടി അപ്പം തന്നെ കഴുകിയേക്കുക. അപ്പോൾ പിന്നെ വേറൊരു എക്സ്ട്രാ പണി നമുക്കവിടെ കിടക്കില്ല. ഇനി അടുത്ത പരിപാടി കറി വെക്കലാണ്. കറി വെക്കാൻ ഒരു ചട്ടി എടുത്തിട്ട്
അതിലോട്ട് നല്ലോണം കഴുകിയ മുരിങ്ങാക്കോല് മുറിച്ചത് അതിലോട്ടിട്ടു. ഒരു തക്കാളി 2 പച്ചമുളക് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അങ്ങനെ തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക, എന്നിട്ട് വേവിച്ചെടുക്കുക. കറിക്കുള്ളത് വേവാൻ വെച്ചതിന് ശേഷം അരപ്പ് ഉണ്ടാക്കിട്ടോ. തേങ്ങയും ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുത്തു. അത് എന്നിട്ട് ആ വെന്ത അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒരു ചെറിയ തിള വരുമ്പോഴത്തേനും അത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ടാണ്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് അത് ഇതാക്കിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. എണ്ണ എന്നിട്ട് നേരെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കനും കൂടി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ ഉച്ചത്തേക്ക്. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മസാല തേച്ച ചിക്കന് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.